ഹലോ ഓൾ. ബേസിക് കൺസെപ്റ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഇന്നലെ നോക്കിയത് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്നാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് ടുവേർഡ്സ് ഇലക്ട്രിക് കറണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യും. ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിന്റെ നേച്ചർ അനുസരിച്ചും ഓരോ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ചും റെസിസ്റ്റൻസും ഡിഫറെൻ്റ് ആവും. ആ മെറ്റീരിയൽസിന് റെസിസ്റ്റൻസിനും ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നത് ഹീറ്റിന്റെ ഫോമിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാസീവ് എലമെന്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിസ്റ്റൻസ് ഒരു ഹീറ്റ് നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനർജി ഡിസിപ്പേറ്റഡ് അക്രോസ് എ റെസിസ്റ്റർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണ്. സോ റെസിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ കൊണ്ടാണ്. ആൻഡ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓം ആണ്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. അതായത് ലെങ്ത്, കണ്ടക്ടറിന്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് റെസിസ്റ്റൻസ്. വിച്ച് മീൻസ് ദാറ്റ് കണ്ടക്ടറിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പം റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. കണ്ടക്ടറിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പം റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഓൾസോ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. സോ ഓൾസോ ദ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിന്റെ നേച്ചറിനെയും അതേപോലെ തന്നെ ടെമ്പറേച്ചറിനെയും റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റ്സ് നിന്ന് നമ്മൾ റെസിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയ ആർ പ്രപ്പോർഷണൽ ടു എൽ ബൈ എ. അതായത് റെസിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ഇറ്റ്സ് കണ്ടക്ടർ ആൻഡ് റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ. സോ ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമുക്ക്, അതായത് പ്രപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് അവിടെ ആവശ്യമാണ്. സോ റോ ഇസ് ദ കോൺസ്റ്റന്റ്. സോ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. റോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, which is resistivity അല്ലെങ്കിൽ specific resistance. Rho is denoted by this letter and the value of that rho depends on the nature of the material. റോയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. സോ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് offered by a unit cube of a material between its opposite bases. Okay. സോ റോ എന്ന് പറയുന്നത് ആർ എ ബൈ എൽ ആണ്. അത് നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷനിൽ നിന്നാണ് റോയിലുള്ള ഇക്വേഷൻ എടുക്കുന്നത്. നെക്സ്റ്റ്, എന്താണ് കപ്പാസിറ്റർ? കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ്. കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദീസ് ആർ ദ ടു സിംബൽസ് ഓഫ് എ കപ്പാസിറ്റർ. വൺ ഈസ് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ആൻഡ് അതർ ഈസ് പോളറൈസ്ഡ് കപ്പാസിറ്റർ. പോളറൈസ്ഡ് കപ്പാസിറ്റർ മീൻസ് ദാറ്റ് ദർ ഈസ് എ സൈൻ, പ്ലസ് ഓർ മൈനസ് സൈൻ ഇസ് ദർ. ഓക്കെ. സോ ഈ ഒരു സിമ്പിളിൽ തന്നെ നമുക്ക് മനസ്സിലാവാം രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ കപ്പാസിറ്ററിന്റെ സിമ്പിള് വരയ്ക്കുന്നത്. ആ രണ്ട് സ്ട്രെയിറ്റ് ലൈനും റെപ്രസെന്റ് ചെയ്യുന്നത് ടു മെറ്റൽ പ്ലേറ്റ്സിനെയാണ്. ആ രണ്ട് മെറ്റൽ പ്ലേറ്റ്സും ഒരു ഡൈ ഇലക്ട്രിക് അഥവാ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കും. അങ്ങനെയാണ് കപ്പാസിറ്റർ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന ടു മെറ്റൽ പ്ലേറ്റ്സും വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. അതായത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രീതിക്കാണ് കപ്പാസിറ്റർ ഉള്ളത്. സോ നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി കപ്പാസിറ്റർ ചാർജ്ഡ് ആവും. ഓൾസോ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ ആ ചാർജസിനെ ഡിസ്ചാർജ് ചെയ്യും. അവൈലബിൾ പാത്തിലൂടെ, ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള പാത്ത് അതിലൂടെ നമ്മളെ കപ്പാസിറ്റർ ആ ചാർജ്ഡ് ആയിട്ടുള്ള എനർജീനെ ഡിസ്ചാർജ് ചെയ്യും. സോ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ഹാസ് എ പ്രോപ്പർട്ടി ദാറ്റ് ഇറ്റ് പാസസ് ദ AC സിഗ്നൽ ആൻഡ് ബ്ലോക്സ് ദ DC സിഗ്നൽ. നമ്മുടെ ഒരു കപ്പാസിറ്റർ രണ്ട് സർക്യൂട്ടിനെ ബിറ്റ്വീൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കപ്പാസിറ്റർ AC സിഗ്നലിനെ പാസ് ചെയ്യുകയും DC സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അതായത് നമ്മുടെ രണ്ട് സർക്യൂട്ട് ഉണ്ട്, ആ രണ്ട് സർക്യൂട്ടിന് ഇടയിലായിട്ട് നമ്മൾ സീരീസ് ആയിട്ടാണ് കപ്പാസിറ്ററിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ AC സിഗ്നലിനെ പാസ് ചെയ്യും, DC സിഗ്നൽ
ഫസ്റ്റ് സർക്യൂട്ടിൽ നിന്ന് നെക്സ്റ്റ് സർക്യൂട്ടിലേക്ക് പോകാതെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ഷണ്ട് മീൻസ് പാരലൽ ആയിട്ടാണ് നമ്മൾ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈപ്പാസ് ചെയ്ത് വിടും. വിത്തൗട്ട് ലെറ്റിംഗ് ദി എ സി ഗോ ഫ്രം ദ ഫസ്റ്റ് സർക്യൂട്ട് ടു നെക്സ്റ്റ്. ഫസ്റ്റ് സർക്യൂട്ടിൽ നിന്ന് നെക്സ്റ്റ് സർക്യൂട്ടിലേക്ക് എ സി പോവാതെ ബൈപ്പാസ് ചെയ്ത് വിടും. ഓക്കെ, സോ ദ കപ്പാസിറ്റർ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ സിഗ്നൽ ജനറേഷൻ, ട്യൂണിംഗ്, ടൈമിംഗ്, ഫിൽറ്ററിംഗ് എക്സെട്ര. കപ്പാസിറ്റർ ഇങ്ങനെയുള്ള ഏരിയാസിലാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ എഫ്. ഇതാണ് കപ്പാസിറ്ററിനെ പറ്റിയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. ഇനി കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററും കൂടെ ഉണ്ട്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ റെപ്രസെന്റ് ചെയ്യാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതിനൊരു ചെറിയ ഡെറിവേഷൻ ആണ്, വളരെ ചെറിയൊരു ഡെറിവേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇതുവരെ ഉള്ളത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, താങ്ക് യു.